നേതാവായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് പ്രധാന പങ്കുവഹിച്ചു. നിരവധി തവണ നിയമസഭാംഗമായി കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാക്കളിലൊന്നായി നിയമസഭാംഗത്തും പുറത്തും പ്രതിപക്ഷ പ്രവർത്തനത്തെ ജനകീയമാക്കി ശക്തിപ്പെടുത്തി. പാർലമെന്ററി വേദികളെ വർഗസമരം ശക്തിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കണമെന്ന കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ പ്രയോഗമായിരുന്നു അത്. 2006-2011 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. വികസിത കേരളം ശക്തിപ്പെടുത്തുന്നതിന് നിസ്തൂലമായ സംഭാവനയാണ് നൽകിയത്. ദേശാഭിമാനി പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപരായും പ്രവർത്തിക്കുകയുണ്ടായി. ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പോരാളിയും പാർട്ടിയുടെ നേതാവുമായ വി.എസ്. നടത്തിയ ബഹുമുഖ പ്രവർത്തനങ്ങളെ കേരളം ഹൃദയത്തോട് ചേർത്ത് വെച്ച് അംഗീകരിച്ചു. നാട് എത്രമാത്രം വി.എസിനെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു വി.എസിൻ്റെ അവസാന യാത്ര. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങളും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തി. വി.എസിൻ്റെ വിയോഗം കേരളീയ സമൂഹത്തിനും പുരോഗമന രാഷ്ട്രീയത്തിനും പൊതുവെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചും വലിയ നഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി.എസിൻ്റെ വിടവാങ്ങൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സഖാക്കളുടെയും മറ്റെല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അനുശോചന പ്രമേയം നമ്മൾ അംഗീകരിച്ചു. ഈ അനുശോചന സമ്മേളനം ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പിണറായി ആരാധ്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ സർവ കക്ഷികളിലും പെട്ട നേതാക്കളിവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഓരോരുത്തരെ പറ്റിയും ഞാനിവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന M.A. ബേബി, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M.A. ബേബിയെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2-3 ദിവസക്കാലമായി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുൾപ്പെടെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ ഇവിടെ എത്തിച്ചേരുകയും ഇത്തരം പരിപാടികളെല്ലാം പങ്കെടുക്കുകയും ചെയ്ത ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വി.എസിൻ്റെ നഷ്ടം നമുക്ക് നികത്താനാവുന്ന ഒന്നല്ല. A.K.ജിയും EMSും നായനാരുമെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കൾ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് അവർ നിർവഹിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പിലാക്കാനാവുന്നതല്ല. എല്ലാവരും കൂട്ടായി നടത്തുന്ന ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്കിത്തരം മഹാരഥന്മാരായ നേതാക്കളുടെ വിടവ് കൂട്ടായ ശ്രമത്തിലൂടെ നികത്താൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ പ്രതിജ്ഞ എന്ന് നേതാക്കൾ പറഞ്ഞത് അന്യർത്ഥമാണ് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ഒന്നുകൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുക.